മലപ്പുറത്തേക്കാണ് പോകുന്നത്. വീണ്ടും വൻ കുഴൽപ്പണവേട്ടയാണ് മലപ്പുറത്ത്. എടവണ്ണപ്പാറയിൽ രേഖകളില്ലാതെ എത്തിച്ച 5,58,400 രൂപയാണ് പോലീസ് പിടികൂടിയത്. സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം. തിരുവാലി സ്വദേശി ഷെഫീഖാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ, ഇപ്പോൾ ഒരു നിരന്തര സംഭവം, ഒരു സ്ഥിരം സംഭവമായിട്ട് മാറുകയാണ് ഈ ഒരു കുഴൽപ്പണ വേട്ട. ഇയാളിലേക്ക്, ഈ ഒരു വ്യക്തിയിലേക്ക് എങ്ങനെയാണ് എത്താൻ കഴിഞ്ഞത്? ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത്? കൂടുതൽ കണ്ണികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമോ പോലീസ്? മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ നടന്ന പരിശോധനയിലാണ് ഈ കുഴൽപ്പണവേട്ട നടക്കുന്നത്. ഇന്ന് പുലർച്ചെ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അവിടെ പരിശോധന നടക്കുന്നത്. അതിനിടയിലാണ് ഷെഫീഖ് എന്ന് പറയുന്ന തിരുവാലി സ്വദേശി വന്ന വാഹനം പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെ ഡിക്കിയിൽ നിന്ന് 55,80,400 രൂപ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. കൊടുവള്ളിയിൽ നിന്ന് കൊണ്ടോട്ടി ഭാഗത്ത് വിതരണത്തിനായി കൊണ്ടുവന്ന പണമാണ് ഇതെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന് പുറകിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഈ കുഴൽപ്പണ വേട്ട സ്ഥിരം സംഭവമായി മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മാറുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കണം. അതോടൊപ്പം പറഞ്ഞു വെക്കേണ്ടത്, ഈ ആരാണ് ഇയാൾക്ക് ഈ പണം നൽകിയത്, കൊണ്ടോട്ടി എവിടേക്കെയാണ് ഇത് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് പുറകിലുള്ളവരാരൊക്കെ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രതികൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. മുൻപും ഇത്തരത്തിൽ കുഴൽപ്പണവേട്ട നടക്കുന്ന സാഹചര്യത്തിൽ ആ പ്രതികൾക്കും ഈ ഷെഫീഖിനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. അവർ നടത്തിയ പരിശോധനയിലാണ് എടവണ്ണപ്പാറയിൽ വെച്ചിട്ട് ഈ ഷെഫീഖിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.